അസ്സലാമു അലൈക്കും. ഫോണുമായി തിരികെ സുഹ്റ ചെല്ലുമ്പോൾ ഡെയ്സി ചേച്ചി തിരക്കിട്ട ജോലിയിൽ തന്നെയാണ്. കുറച്ചൊക്കെ തയ്യാറായത് പാത്രങ്ങളിലാക്കി അടച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഫോൺ അവിടെ മേശപ്പുറത്തേക്ക് വെച്ചേര് കൊച്ചേ. സുഹ്റ നിന്ന് പരുങ്ങുന്നത് കണ്ടതും ഡെയ്സി ചേച്ചി പറഞ്ഞു. ചേച്ചിയുടെ സംസാരത്തിൽ എല്ലാം കുറച്ച് വേഗതയും ഒരു പരുക്കൻ സ്വഭാവമുണ്ട്. വഴക്ക് പറയുന്നത് പോലെയൊക്കെ ഒരു തോന്നൽ. ഇന്നിനി ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറുതെ ഇരിക്കാൻ സുഹ്റക്ക് തോന്നിയില്ല. അവൾ അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ തുടങ്ങി. അവളെ നോക്കി ഡെയ്സി ചേച്ചി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. തൻ്റെ ജോലിഭാരം കുറക്കാൻ ഒരാൾ ഒപ്പം കൂടിയത് കൊണ്ടോ എന്തോ ചേച്ചിയുടെ മുഖത്തെ ഗൗരവം ഒന്ന് കുറഞ്ഞതുപോലെ തോന്നി സുഹ്റക്ക്. ജോലി ചെയ്യുന്നതിനിടയിൽ ചേച്ചി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ സുഹ്റയോട് പറഞ്ഞു. 3 പെൺകുട്ടികളാണ് ചേച്ചിക്ക്. ഭർത്താവ് മരിച്ചുപോയി. 2 പേരെ കല്യാണം കഴിപ്പിച്ചു. ഇനി ഒരാൾ കൂടിയുണ്ട്. അവരുടെ കല്യാണത്തിൻ്റെ കടം ഒന്ന് ഒതുക്കിയിട്ട് വേണം ചെറിയ കുട്ടിയെ കൂടി പറഞ്ഞു വിടാൻ. എങ്കിലേ തൻ്റെ ഭാരം കുറയൂ എന്നൊക്കെ സുഹ്റക്ക് പറഞ്ഞു കൊടുത്തു. ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ സുഹ്റയ്ക്ക് നബീസത്തെയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ എവിടെയായിരിക്കും? ഒരിക്കലും മറന്നിട്ടില്ല ഇത്തയെ. മതി കഴുകിയത്. ആ മേശക്കരികിൽ പോയിരുന്ന് ഇത് കഴിച്ചോ? വന്നത് മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തോളാം. പോയിരുന്ന് കഴിക്ക്. സുഹ്റയുടെ കയ്യിലേക്ക് വലിയൊരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ട് ചേച്ചി പറഞ്ഞു. സുഹ്റ ആദ്യമൊന്ന് മടിച്ചെങ്കിലും ചേച്ചി പിന്നെയും കൈകളിലേക്ക് ബലമായി തന്നെ ഏൽപ്പിച്ചപ്പോൾ അവൾ അത് പേടിച്ച് മിണ്ടാതെ പോയി കഴിച്ചു. ഇവിടെ ആരും വന്ന് ഭക്ഷണം തിന്നോ കഴിച്ചോ കുടിച്ചോ എന്നൊന്നും അന്വേഷിക്കില്ല കേട്ടോ. അവനവന് വേണ്ടത് എടുത്തു കഴിച്ചോണം. അതിനും ആരും കണക്ക് പറയില്ല. കേൾക്കുന്നുണ്ടോ നീ? സുഹ്റ അവരെ നോക്കി ഒന്ന് തലയാട്ടി. സ്നേഹത്തോടെ ഒന്നും പറയാൻ അറിയില്ല. എന്നാലും എല്ലാ കാര്യത്തിനും ശ്രദ്ധയുണ്ട്. സുഹ്റക്ക് മുന്നിൽ നിരത്തിയിരിക്കുകയാണ് അഫി കുട്ടികളെ. നാളെ മുതൽ സുഹ്റ ആണല്ലോ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. 5ലും 3ലും പഠിക്കുന്ന 2 ആൺകുട്ടികൾ, പിന്നെ ഒരു 2 വയസ്സുകാരി കുഞ്ഞിയും. സുഹ്റ നോക്കുകയായിരുന്നു അവരെ. 5 മിനിറ്റ് പോലും ആയിട്ടില്ല അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്. അതിനിടയിൽ എത്ര പ്രാവശ്യം അഫിയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടു. നിൽക്കുന്നതിനിടയിൽ കൈയും കാലും വെച്ച് പരസ്പരം അടികൂടുന്നു. കുറച്ച് പോക്കിരികൾ തന്നെ. അഫി അവരെ വഴക്ക് പറയുന്നത് കേട്ട് സുഹ്റയ്ക്ക് ചിരി വന്നു പോയി. ഏറ്റവും വലിയ പോക്കിരി കുഞ്ഞിയാണ്. ഇക്കമാര് നല്ലതുപോലെ അവൾ വികൃതി കാണിക്കുന്നുണ്ട്. അവളെ അടിക്കാൻ കൈ പോകുന്നുണ്ട് എന്നല്ലാതെ അവൾ അടിക്കുന്നില്ല. അതുകൂടി അവർ പരസ്പരം വഴക്കിട്ട് തീർക്കുന്നു. അത് കണ്ട് ആ പോക്കിരി പെണ്ണ് കൈകൊട്ടിച്ചിരിക്കും. അവരുടെ കളിച്ചിരികൾ നോക്കിയിരുന്ന് സുഹ്റയ്ക്ക് കണ്ണുകൾ ഈറനായി. എൻ്റെ ആമി. ആ ഉമ്മ മനം നൊന്തു. ആഷി, അജോ, നാളെ മുതൽ നിങ്ങളല്ലേ കാര്യങ്ങളും നോക്കുന്നതേ. ഈ ഇത്താവട്ടോ. ഒരു കുറുമ്പും കാണിക്കാതെ ഈ ഇത്ത പറയുന്നത് കേട്ട് നല്ല കുട്ടികളായി നിൽക്കണം. ഈ ഇത്തയുടെ പേര് സുഹ്റ എന്നാണ്. നിങ്ങളിപ്പോൾ ഇത്ത എന്ന് വിളിച്ചോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേട്ടു മമ്മ. പക്ഷേ ഇത്ത വേണ്ടല്ലോ അജു കുഞ്ഞി, വേണ്ടല്ലോ. ആഷി ഭയങ്കര ആലോചനയോടെ സഹോദരങ്ങളോട് ചോദിച്ചു. അവനും കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലും വേണ്ട എന്ന് തലയാട്ടി. നമുക്കേ മാമി എന്ന് വിളിക്കാം. ആഷി വലിയ കാര്യം എന്തോ പറഞ്ഞതുപോലെ ഗമയിൽ നിന്നു. സുഹ്റയും അഫിയും അത് കേട്ടതും പരസ്പരം മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു. എന്താ, കൊള്ളില്ലേ മമ്മ? അവരുടെ ചിരി കേട്ടതും ആഷി വളരെ വിഷമത്തോടെ ചോദിച്ചു. ആര് പറഞ്ഞു കൊള്ളൂലെന്ന്? നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. ആഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഹ്റ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞു. നിങ്ങളെ ഇപ്പോൾ പോയി മാമയെ കൊണ്ടുപോയി വീട് മുഴുവനും നിങ്ങളെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എനിക്ക് കുറച്ച് പണിയുണ്ട്. സുഹ്റ അവരുടെ കൂടെ ചെല്ലൂട്ടോ. ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. കുട്ടികളോടും സുഹ്റയോടുമായി പറഞ്ഞുകൊണ്ട് അഫി മുകളിലേക്ക് കയറിപ്പോയി. അഫി പോയതും കുട്ടികൾ മുഖത്തോട് മുഖം ആശങ്കയോടെ നിന്നു. കുഞ്ഞിപ്പെണ്ണ് മാത്രമുണ്ട് അവളുടെ വണ്ടിയിലിരുന്ന് ചിരിക്കുന്നു. എന്നെ കൊണ്ടുപോവില്ലേ നിങ്ങൾ? കൊണ്ടുപോവാം. 2 പേരും തലയാട്ടി. എന്നെ ഇഷ്ടമായോ? വീണ്ടും അവർ ഒന്ന് മൂളി. പിന്നെ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത്? കൊണ്ടുപോയി കാണിച്ചതല്ല. മാമി ഞങ്ങൾ അടിക്കോ? അജുവിൻ്റെ ആയിരുന്നു ചോദ്യം. എന്തിനാ അടിക്കുന്നത്? ഞാൻ ആരെയും അടിക്കില്ല. നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ. വഴക്കും പറയില്ല. നമുക്കേ അടിച്ച് പൊളിക്കാന്ന് കേട്ടോ. സുഹ്റ അത് പറഞ്ഞപ്പോൾ അവരുടെ 2 പേരുടെയും മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. സുഹ്റ കുഞ്ഞിക്ക് നേരെ കൈ കാണിച്ചു. ആദ്യമൊന്ന് മടിച്ചു നിന്നെങ്കിലും കുറച്ച് സമയത്തെ സുഹ്റയുടെ പരിശ്രമത്തിനിടയിൽ കുഞ്ഞി സുഹ്റയുടെ ഒക്കത്തിരുന്നു. ആഷിയും അജുവും മുൻപിൽ നടന്നുകൊണ്ട് പുറകിൽ വരുന്ന സുഹ്റയ്ക്ക്
ആ വീടും പരിസരവും ഒക്കെ കാണിച്ചു കൊടുത്തു. കൂടെ അവരുടെ വിശേഷങ്ങളും പറഞ്ഞു കൊടുത്തു. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ കഥകൾ സുഹറയെ കേൾപ്പിക്കാൻ അവർക്കുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് ഈ 3 കുട്ടികളും എൻ്റെ ഹൃദയം കീഴടക്കി കളഞ്ഞതെന്ന് സുഹറ ഓർത്തു. നടന്ന് മുകളിലെ നിലയിലേക്ക് അവർ എത്തി. ഷ്, മണ്ടല്ലോ, അജു വാപ്പൊത്തിക്കൊണ്ട് പറഞ്ഞു. സുഹറയും അതുപോലെ തന്നെ വാപ്പൊത്തി കണ്ണുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. ഒരു മുറിയിലേക്ക് ചൂണ്ടി ആശു മെല്ലെ പറഞ്ഞു, അത് അബ്ബയുടെയും അമ്മയുടെയും റൂമാണ്. അവിടെ എപ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. ജോലി ചെയ്യുന്നതിനിടയിൽ ബഹളം ഉണ്ടാക്കിയാലേ വഴക്ക് കിട്ടും. ആണോ? എന്നാൽ നമുക്ക് പോവാം, ബാ. സുഹറ പതിയെ ശബ്ദമുണ്ടാക്കാതെ നടന്നു. കുട്ടികളും അവൾക്ക് പിന്നാലെ തന്നെ നടന്നു. ഇനിയും ഒരുപാട് റൂമുകളുണ്ട് മുകളിൽ. കുട്ടികളുടെ റൂമിലെത്തിയതും അവരുടെ ബുക്കും കളിപ്പാട്ടങ്ങളും അവർക്ക് കിട്ടിയ സമ്മാനങ്ങളും എല്ലാം സുഹറയ്ക്ക് സന്തോഷത്തോടെ തന്നെ കാണിച്ചു കൊടുത്തു. ഓരോന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും അവരെ പ്രശംസിക്കാനും സുഹറ മറന്നില്ല. ഓരോ മുറിയും സുഹറയ്ക്ക് മുൻപിൽ കുട്ടികൾ തുറന്നു. ഒടുവിൽ ഒരു റൂമിൻ്റെ മുന്നിൽ അവർ ചെന്ന് നിന്നു. അത് പക്ഷേ ലോക്ക് ചെയ്തിട്ടുണ്ട്. നെറ്റി ചുളിച്ചുകൊണ്ട് സുഹറ കുഞ്ഞുങ്ങളെ നോക്കി. ഭൂതം! കുഞ്ഞിപ്പെണ്ണും വലിയ കാര്യത്തിൽ കണ്ണുചുറ്റി പറഞ്ഞു. അയ്യോ! സുഹറ പേടിച്ചുകൊണ്ട് വാപ്പൊത്തി. അത് കണ്ടതും ആഷിയും അജുവും ചിരിക്കാൻ തുടങ്ങി. ഭൂതമൊന്നും ഇല്ല മാമേ, അത് മാമൻ്റെ റൂമാണ്. അവിടേക്ക് ആരും പോകാതിരിക്കാനാണ് റൂം ലോക്ക് ചെയ്തത്. മാമൻ വരുമ്പോൾ തുറക്കും. ആരും അവിടെ കയറുന്നത് മാമന് ഇഷ്ടമല്ല. അതെന്താ മാമന് ഇഷ്ടമല്ലാത്തത്? സുഹറ ആശ്ചര്യത്തോടെ ചോദിച്ചു. അറിയില്ല, 3 പേരും പറഞ്ഞു. തിരിച്ചിറങ്ങി പോരുമ്പോഴും സുഹറ വീണ്ടും ആ റൂമിലേക്ക് തന്നെ നോക്കിപ്പോയി. എന്തുകൊണ്ടാണ് വീണ്ടും ആ റൂമിലേക്ക് തൻ്റെ ശ്രദ്ധ മാറുന്നത് എന്ന് സുഹറയ്ക്ക് എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലാവുണ്ടായിരുന്നില്ല. രാവിലെ തുടങ്ങിയ ഓട്ടമാണ് സുഹറ. ആഷിയെയും മജുവിനെയും കുത്തിപ്പൊക്കി എണീപ്പിച്ച് ഒരുവിധം താഴേക്കും കൊണ്ടുവന്നു. മക്കൾ റെഡിയായി വന്നപ്പോഴേക്കും അസ്ലമും അഫിയും ഉമ്മയും ഉപ്പയും എല്ലാം നാസ്ത കഴിക്കാൻ വേണ്ടി ടേബിളിൽ എത്തിയിട്ടുണ്ട്. പാത്രങ്ങളിലേക്ക് പത്തിരിയും ചിക്കൻ കറിയും ഒഴിച്ചു വെച്ചുകൊണ്ട് സുഹറ കണ്ണുകൊണ്ട് അവരോട് കഴിക്കാൻ കാണിച്ച് അവർ സ്കൂളിൽ കൊടുത്തുവിടാനുള്ള ഫുഡ് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. 2 പാത്രങ്ങളിലായി ഫുഡും വെള്ളവും ആയി വന്നപ്പോൾ കാണുന്നത് പോരുകൊഴുകിയാൽ പോലെ ഉമ്മയും മക്കളും നിൽക്കുന്നതാണ്. അഫി അവരെ നല്ല പോലെ വഴക്ക് പറയുന്നുണ്ട്. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാതെ വഴക്ക് പറയില്ലെന്നറിയാം. കയ്യിലുള്ളത് ബാഗിലേക്ക് വെച്ചുകൊണ്ട് സുഹറ അവരുടെ അടുത്തേക്ക് നീങ്ങി. പകർന്നു കൊടുത്ത ഭക്ഷണം അതുപോലെ തന്നെ തൊട്ടു നോക്കാതെ 2 പേരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. ഇതെന്താ 2 പേരും ഒന്നും കഴിക്കാത്തത്? സമയമായില്ലേ, പെട്ടെന്ന് കഴിക്കി. സുഹറ പറഞ്ഞതും 2 പേരും ദയനീയമായി അവളെ നോക്കി. അവർക്ക് ഇഷ്ടമായില്ലല്ലോ, ബ്രെഡ് മതിയെന്ന്. അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഹഫി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. എല്ലാവരും ദേഷ്യത്തിൽ തന്നെ ആണ് അവരെ നോക്കുന്നത്. അതെ, വിശക്കുമ്പോഴേക്കും ഭക്ഷണം കിട്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നത്. അത് കഴിച്ചാൽ മതി. ഒരു നേരം പട്ടിണി കിടന്നാലും ഒന്നും സംഭവിക്കില്ല. വേണ്ടെങ്കിൽ എണീറ്റ് പോ. അതുകൂടി കേട്ടതും 2 പേരും തലയും താഴ്ത്തി എണീറ്റ് പോയി. സൂറയ്ക്ക് അവരുടെ പോക്ക് കണ്ട് വിഷമം തോന്നി. അവർ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണമെല്ലാം ഒരു പ്ലേറ്റിലേക്കാക്കി സുഹറ അവരുടെ അടുത്തേക്ക് നടന്നു. അവിടെ ഇരിക്കുന്നവരെ നോക്കിയതേയില്ല. ഇനി വഴക്ക് പറഞ്ഞാലോ എന്നോർത്ത് 2 പേരും പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ട്. അയ്യേ, എന്താ ഇങ്ങളെ ഇന്നിവിടെ പട്ടിണി സമയമാണോ? സുഹറയെ ഒന്ന് നോക്കി വീണ്ടും പുറത്തേക്ക് കണ്ണു പായിച്ചവർ. പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആശി ചോദിച്ചു. സമരം എന്ന് പറഞ്ഞാൽ എന്താ മാമി? അതേ, കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേക ഉത്സവമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇല്ല. അവർ 2 പേരും ഒരുപോലെ തലയിണക്കി. സുഹറ സമരത്തെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തുകൊണ്ട് കയ്യിലുള്ള ഭക്ഷണം മുഴുവനും അവരുടെ അകത്താക്കി. കാലിയായ പാത്രം കാണിച്ചുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ആരാണ് കഴിച്ചതെന്ന് ചോദിച്ചതും അവരുടെ മുഖത്തൊരു ജാള്യത പടർന്നു. അവരുടെ മുഖം കണ്ട് സുഹറ പൊട്ടിച്ചിരിച്ചു. ഇപ്പോൾ എങ്ങനെ? നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇഷ്ടമില്ലാത്തത് നിങ്ങൾ കഴിച്ചു അറിഞ്ഞതേ ഇല്ലല്ലേ? ഭക്ഷണേ അള്ളാഹു നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന ഒന്നാണ്. അത് ഇഷ്ടമല്ല എന്ന പേരിൽ ഒരിക്കലും കഴിക്കാതിരിക്കരുത്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത, വെള്ളം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് ഈ ലോകത്ത്. ഏറ്റവും രുചിയുള്ളത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ? അവരെ ഒന്ന് നോക്കി സുഹറ തുടർന്നു. വിശപ്പിനാണ് ഏറ്റവും രുചി. നന്നായി വിശന്നിരിക്കുമ്പോൾ ഏത് ഭക്ഷണവും, എന്തിന് വേസ്റ്റായിട്ടുള്ള സാധനം പോലും നമ്മൾ രുചിയോടെ കഴിക്കും, അറിയോ? ഇനി ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭക്ഷണത്തിന് മുന്നിലും നിങ്ങൾ മുഖം തിരിക്കരുത് കേട്ടോ. മാമി പട്ടിണി കിടന്നിട്ടുണ്ടോ?
അവയുടെ ചോദ്യത്തിൽ ഒന്ന് പകച്ചുപോയെങ്കിലും അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപാട് തവണ കിടന്നിട്ടുണ്ട്. ചോദിച്ചെങ്കിലും ഒരിക്കലും കുട്ടികൾ അങ്ങനെ ഒരു ഉത്തരം അവളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അവൾ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. ഇനി ഒരിക്കലേ ഞാൻ ആ കഥ പറഞ്ഞു തരാട്ടോ. ഇപ്പോൾ നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ പോകാൻ റെഡി ആവാം. അവർ തലയാട്ടിക്കൊണ്ട് ആവേശത്തോടെ ഓടിയ വഴിയെ സുഹ്റ എന്ന് നോക്കി. അപ്പോഴാണ് തങ്ങൾക്ക് പിറകിലുണ്ടായിരുന്ന ആളുകളെ അവർ കാണുന്നത്. അഫിയും ഉമ്മയും ഉപ്പയും. അവരും അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ആളെ തിരിഞ്ഞെടുത്തത് ഞങ്ങൾക്ക് ഒരിക്കലും പിഴച്ചു പോയില്ല എന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്. അവരൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ സുഹ്റയ്ക്ക് ജോലി കുഞ്ഞിയെ കൊണ്ട് നടക്കലാണ്. അവൾ പോകുന്നിടത്ത് കണ്ടെത്താൻ ഭയങ്കര പാടാണ്. എവിടെ പോയാലും എന്തെങ്കിലും വലിച്ചിടുമെന്ന് പറയാനാവില്ല. ഭക്ഷണം കൊടുക്കാൻ അടിയും പിടിയും കൂടണം. അവളൊന്ന് ഉറങ്ങുന്ന സമയത്താണ് ഡെയ്സി ചേച്ചിയെ സഹായിക്കൽ. എല്ലാം കൂടിയായി സുഹ്റയ്ക്ക് നിന്ന് തിരിയാനും സമയമുണ്ടായിരുന്നില്ല. 1 മാസത്തോളമായി സുഹ്റയുടെ ദിനചര്യ ഇത് തന്നെയാണ്. അഫി ശമ്പളം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണ് സുഹ്റയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസമായി എന്നുള്ള ചിന്ത ഉണ്ടാവുന്നത് തന്നെ. ആദ്യത്തെ ശമ്പളം അയച്ചിട്ടുണ്ട് എന്ന് നാട്ടിൽ വിളിച്ചു പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കാൻ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം. സുഹ്റയുടെ കൂടെ ആമിമോൾക്ക് വിളിച്ച് ഇപ്പോൾ 3 പേരും നല്ല കൂട്ടാണ്. ഉറങ്ങാൻ പോലും ഇപ്പോൾ അവർക്ക് ഉമ്മയെ വേണ്ട എന്നൊരു അവസ്ഥയാണ്. സുഹ്റ മാത്രം മതി. എടാ മോനെ, ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പേ എങ്കിലും നീ ഒന്ന് വരുമോ? ഒന്ന് കാണാനാണ്. എത്ര കാലമായിടാ കണ്ടിട്ട്. നിനക്ക് ഞങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പക്ഷെ നിന്നെ കാണാൻ ആഗ്രഹമില്ലാതെ ഇരിക്കോ? ഫോണിലൂടെ ഉമ്മയാണ്, അത് ആരോടാണ് പറയുന്നത് എന്ന് സുഹ്റ ചിന്തിക്കാതിരുന്നില്ല. കുട്ടികൾ പഠിക്കുകയാണ്. സുഹ്റ അത് നോക്കിയിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുഞ്ഞിക്ക് മലയാള അക്ഷരങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സുഹ്റയുടെ ശ്രദ്ധ വീണ്ടും ആ ഉമ്മയുടെ സംസാരത്തിലേക്കായി. എന്തേ, നീ നാട്ടിലേക്ക് വന്നാളെന്നോ? നീ കുറേ വന്നു തന്നെ. അന്നെല്ലാം അവസാനിപ്പിച്ച് പോകുന്നതിൽ പിന്നെ നീ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? വർഷങ്ങൾ എത്ര കഴിഞ്ഞു? നീ അങ്ങോട്ട് വരാത്തതുകൊണ്ടല്ലേ ഒന്ന് കാണാൻ നീ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. നീ ഇനി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ചിലപ്പോൾ ഇനി ഞങ്ങൾ മയ്യത്തായിട്ട് ഇജി വരുന്നുണ്ടാവുള്ളൂ. അത്രയും പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുന്നതും എന്തോ ആലോചിച്ച് ഒഴുകി വന്ന കണ്ണീർ തുടക്കുന്നതും സുഹ്റ കണ്ടു. അവൾക്ക് എന്തോ പോലെയായി. അത്രയും പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കുമെന്നവൾ ഉറപ്പിച്ചു. ഡി, ഇജിൻ്റെ കുട്ടീനെ എന്താ ചെയ്യുന്നത്? നിന്നെ ഞാൻ ഇന്ന് തല്ലല്ലേ മാമ. ഞാൻ ഓനെ ഒന്നും കാട്ടിയിട്ടില്ല. ഓനാണ് എന്നെ കാട്ടിയത്. നുണ പറയുന്ന അസത്തെ എങ്ങനെ പറയാതെ നിൽക്കും? തന്ത ഏതാ മുതൽ? മുറ്റത്തെ ബഹളം കേട്ട് ഓടി വന്ന ആമിനുമ്മ കാണുന്നത് കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന ആമിയെയാണ്. അസീന അവളുടെ കുട്ടിയെ എടുത്ത് തലോടിക്കൊണ്ട് ആമിയെ തുറച്ചു നോക്കുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റി ആമി മോളെ? എന്തിനാ ആമി കരഞ്ഞത്? ഈ മേമ എന്നെ തല്ലി ഉമ്മൂമ്മ. ആമിനുമ്മ അസീനയെ സംശയത്തോടെ നോക്കി. നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ തല്ലിയെങ്കിലേ അതിനൊരു കാരണമുണ്ട്. എൻ്റെ കുട്ടീനെ ആരെങ്കിലും കാട്ടിയാൽ ഞാൻ നോക്കിയിരിക്കൂല. പൊന്നു പോലെ ഓൻ്റെ ഉപ്പച്ചി ഓനെ നോക്കുന്നത്. ഈ ശല്യം ഇവിടെയുള്ള കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്. നോക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് വളരുന്നത് എന്നറിയില്ലല്ലോ. എല്ലാവർക്കും ആമി മതിയല്ലോ. ഇവിടെ ഈ കുട്ടി ഇരുന്ന് കരയുന്നത് എന്താ ഉമ്മാൻ്റെ കണ്ണിൽ പിടിക്കൂലേ? അല്ലെങ്കിലും ആമി മാത്രമാണല്ലോ നിങ്ങളെ പേരക്കുട്ടി. അസീന ആ കുഞ്ഞുകുട്ടിയുടെ മുഖത്ത് നോക്കി വെറുപ്പോടെ പറഞ്ഞു. എന്തിനാ അസീന ഈ വേണ്ടാതിനും പറയുന്നത്? ഉമ്മ ഇപ്പോൾ ഇല്ലാതെ വളർന്ന കുട്ടിയല്ലേ, അതിനെ ഇങ്ങനെ വേദനിപ്പിക്കണോ? പിന്നെ ഉമ്മ ഇപ്പോൾ ഇല്ല പോലും. കെട്ടിയവനെ കളഞ്ഞിട്ട് അവളെ പഴയ കാമുകൻ്റെ കൂടെ പുറത്തേക്ക് പോയതല്ലേ ഇവളമ്മ. അസീന പറഞ്ഞു തീർന്നില്ല. ശക്തിയുള്ളൊരു കരം അവളുടെ മുഖത്ത് വന്ന് പതിച്ചു. നെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉപ്പയാണ്. മജീദിക്ക ഉപ്പ. അതെ, ഉപ്പ തന്നെയാണ്. ഇനി മേലാൽ എൻ്റെ ഇതുപോലെയുള്ള നാവ് ഇവിടെ ഉയർന്നാലുണ്ടല്ലോ. അയാൾ ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തി. എന്താണ് സത്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്രയും പൊള്ളുന്നത്? നല്ല മോള് ഇവിടെ നിന്ന് പോയപ്പോൾ ചോദിച്ചില്ലേ എന്ത് പണിക്കാണ് പോണതെന്ന്? അതെങ്ങനെ? പൈസ മാത്രം കിട്ടിയാൽ മതിയല്ലോ ഓൽക്കേ. അമീർ ഖാൻ്റെ വീട്ടിലൊക്കെ അറിയാം ഓള് നല്ലോളല്ലാന്ന്. ഈ നാട്ടുകാരും അതിനെ പറയണത്. ഓൾ ഏർപ്പാടൊന്നും നടക്കാഞ്ഞിട്ടാണ് ഓൾ ഷാജാനെ ഒഴിവാക്കി വിട്ടതെന്ന്. കണ്ണടച്ച് ഇരുട്ടാക്കി വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അവളെ പൈസ ഹറാമാണോ ഹലാലാണെന്ന് ആലോചിച്ച് നോക്കി. ഇനി വിളിക്കുമ്പോഴെങ്കിലും ചോദിച്ചു നോക്ക് അവൾക്ക് എന്താ അവിടെ പണിയെന്ന്. എന്നോട് മെക്കിട്ട് കയറാതെ. അടി കിട്ടിയ രോഷത്തിൽ ഉള്ളതുമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഛർദ്ദിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തിൽ നിന്നും അവിടെ നിന്ന് പോയി.
മജീദക്കയും ആമിനമ്മയും മുഖത്തോട് മുഖം നോക്കി. ആമിനമ്മ മജീദക്കയെ കൂർപ്പിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ പോക്കിൽ മജീദക്ക ഒന്ന് ശങ്കിച്ചു നിന്നു. അയ്യേ, ഉപ്പുപ്പാൻ്റെ ആമിക്കുട്ടി കാര്യാ, ഇങ്ങോട്ട് നോക്കാം ഞാൻ എന്താ എൻ്റെ കുട്ടിക്ക് കൊണ്ടുവന്നതെന്ന്. പോക്കറ്റിൽ നിന്ന് ഒരു മിഠായി എടുത്തുകൊണ്ട് കുഞ്ഞിന് നേരെ ഇരട്ടി. മേടിക്കാതെ തലയും താഴ്ത്തി നിൽക്കുന്ന കുഞ്ഞിനെ മജീദക്ക എടുത്തുകൊണ്ട് മുറ്റത്തെ ബടയിലിരുന്നു. എന്താ പ്രശ്നം പറയൻ്റെ ആമേ. ഞാനൊന്നും കാട്ടിയിട്ടില്ല ഉപ്പുപ്പ. മേമ വെറുതെ പറയാണ്. മേമയ്ക്ക് ഇനി ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമല്ല. ഇനി ഇവിടെ തല്ലി ഇവിടെ പിച്ചി ആമയ്ക്ക് വേദനയായി ഉപ്പുപ്പ. നീലിച്ച് കിടക്കുന്ന കൈത്തണ്ട കാണിച്ചുകൊണ്ട് ആ കുഞ്ഞ് ഏങ്ങിക്കരിഞ്ഞു. അത് കണ്ട് ആ വൃദ്ധനും ഹൃദയത്തിൽ വേദന തോന്നി. എങ്ങനെ തോന്നി ഈ പിഞ്ചു കുട്ടിയെ എങ്ങനെ ഉപദ്രവിക്കാൻ? ആരെ പറഞ്ഞത് ആമിനെ ആർക്കും ഇഷ്ടമല്ലെന്ന്? ഉപ്പുപ്പാക്ക് ഇഷ്ടമാണല്ലോ, കാക്കൂനും ചെറിയ ഇത്തകൊക്കെ ഇഷ്ടമാണ്, ഉമ്മുമ്മാക്കും ഇഷ്ടമാണ്, ആമിയുടെ ഉമ്മിക്കും ഇഷ്ടമാണ്. പിന്നെ ഈ അടി കിട്ടിയത് ആമിമോൾ ഉമ്മി വിളിക്കുമ്പോൾ പറയണ്ട കേട്ടോ, ഉമ്മിക്ക് സങ്കടമാവൂലേ? ഇല്ല, ഞാൻ പരിയൂല ഉപ്പുപ്പ, എൻ്റെ ഉമ്മിക്കരിയും. നല്ല കുട്ടി, എന്നാ ഇനി ഈ മിഠായി വാങ്ങിയൊന്ന് ചിരിക്കേ. ആമിയുടെ നിഷ്കളങ്കമായ ചിരി കണ്ട് അയാളുടെ ഉള്ളം തണുത്തെങ്കിലും അകത്തി കിടന്ന് എരിയുന്ന ഒരു നെരിപ്പോട് അയാൾ മനഃപൂർവ്വം മറച്ചു വെച്ചു. ഇന്ന് ഡെയ്സി ചേച്ചി വളരെ തിരക്കിലാണല്ലോ, എന്ത് പറ്റി? കുട്ടികളെല്ലാം പറഞ്ഞു വിട്ട് കുഞ്ഞിയെ കുളിപ്പിച്ചുറക്കി അടുക്കളയിലേക്ക് വന്നതായിരുന്നു സുഹ്റ. ഓ, എന്ത് പറയാനാ, ഇവിടുത്തെ ഉമ്മാൻ്റെ ഒരു ആങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റാണ്, ഇത്താനെ കാണാനെന്ന് പറഞ്ഞുകൊണ്ട്. വരുന്നതിന് മുമ്പേ വിളിച്ചു പറയും അയാളെ മേനു. അല്ല പിന്നെ ഞാൻ അതൊക്കെ വെച്ചുണ്ടാക്കി വെക്കണം. മൂക്കറ്റി തിന്നുകയും ചെയ്യും, കുറ്റം പറയുകയും ചെയ്യും. ഇവർ നാട്ടിൽ പോകാൻ നിൽക്കല്ലേ, ഇത്താൻ്റെ കൂടെ 2 ദിവസം നിൽക്കാനാണ് വരുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം ഇനി എന്തൊക്കെ കാണാവോ. ഡെയ്സി ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് സുഹ്റയ്ക്ക് ചിരിയാണ് വന്നത്. അവൾ അറിയാതെ ചെറുതായിട്ട് അത് പുറത്തു വരികയും ചെയ്തു. അത് കണ്ടതും ഡെയ്സി ചേച്ചി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഈ ചിരിക്കണ്ടിട്ടാ, ആളത്ര വെടുപ്പല്ല, നോക്കിയും കണ്ട് നടന്നുകൊണ്ട് പോകുന്നത് വരെ. വേലക്കാരി പെണ്ണുങ്ങളോട് അയാൾക്ക് വേറൊരു കണ്ണാണ്. കേൾക്കുന്നുണ്ടോ നീ? ആദ്യം തമാശയായും പിന്നെ കുറച്ച് ഗൗരവത്തിലും ഡെയ്സി ചേച്ചി പറയുന്നത് കേട്ടതും സുഹ്റയുടെ മുഖം കനത്തു. അവൾ ഒന്ന് തലയാട്ടി. ആ പെണ്ണേ, ഈ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിലേ മുകളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമുകളൊന്ന് അടിച്ചാരി വൃത്തിയാക്കാമോ? കുഞ്ഞിനെ എണീക്കുമ്പോഴും കുറച്ച് സമയമാവൂലേ? ഇത് കഴിഞ്ഞ് അത് ചെയ്യാൻ നിന്നാലേ സമയം ഉണ്ടാവില്ല. അയാൾ എപ്പോൾ വരുമെന്ന് പറയാവൂലല്ലോ. ഇവരെ വലിയ മോനും വരുന്നുണ്ടെന്ന് കേട്ടു. എന്നാൽ ഒന്നും അറിയില്ല, വന്നാൽ കാണാം, അത്രയും തന്നെ. പക്ഷെ വൃത്തിയാക്കേണ്ടത് നമ്മൾ തന്നെ ചെയ്യണ്ടേ? ഞാൻ ചെയ്തോളാം ചേച്ചി. അല്ല, അയാൾ എവിടെയാണ്? ഡെയ്സി ചേച്ചി കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം എങ്ങാനും കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കഥയാണ്, പിന്നെ ഞാൻ പറഞ്ഞു തരാം. നീ പോയി അത് ചെയ്യാൻ നോക്ക്. സുഹ്റ ഒരു ആലോചനയോടെ മുകളിലേക്ക് കയറിപ്പോയി. കയ്യിലെ ചാവി ഉപയോഗിച്ച് വാതിൽ തുറന്ന് അടച്ചിട്ടിരിക്കുന്ന 2-3 റൂമുകൾ വൃത്തിയാക്കി. കുട്ടികൾ പറഞ്ഞ അവിടെ മാമൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ സുഹ്റ നിന്നു. ഇതിനുള്ളിലേക്ക് ആരും കയറരുത് എന്നല്ലേ അവർ പറഞ്ഞത്? ഒരു നിമിഷം അവൾ ശങ്കിച്ചു നിന്നു. പക്ഷേ വൃത്തിയാക്കാതിരിക്കാൻ പറ്റുമോ? അവൾ കയ്യിലുള്ള എല്ലാ ചാവിയും ഉപയോഗിച്ച് ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഒടുവിലത്തെ അവസാനത്തെ ചാവി ഉപയോഗിച്ച് ഒരു 4-5 പ്രാവശ്യം തിരിച്ചു വിട്ടപ്പോൾ അത് തുറന്നു വന്നു. ഓ എൻ്റെ പഠിച്ചോനെ, സമാധാനം. ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ ഇതിനുള്ളിൽ എന്താണ് ഇത്രയുള്ളത്? അവൾ അതിനകത്തേക്ക് കടന്നതും പൊടി മൂക്കിൽ കയറി ചുമച്ചു തുടങ്ങി. അതിനകം കണ്ടാൽ തന്നെ അറിയാം അത് അടച്ചു പൂട്ടിയിട്ട് കാലങ്ങളേറെയായെന്ന്. അവളൊരു മുണ്ട് മുഖത്ത് വലിച്ചു കെട്ടി മൂക്കും വായും മറച്ചു പിടിച്ചു. ആ റൂമിലെ ഓരോ സാധനങ്ങളും നോക്കാൻ തുടങ്ങി. റൂമൊക്കെ വൃത്തിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, പൊടി ഉണ്ടെന്ന് മാത്രം. വലിയൊരു റൂം, നടുവിലായ ഒരു ബെഡ്, അത്രയും നല്ല വലിപ്പമുണ്ട്. ഒരു സോഫ ജനലിനോട് ചേർത്തിട്ടിരിക്കുന്നു. ആ ജനൽ തുറന്നു വെച്ചാൽ പുറത്തെ കാഴ്ചകളെല്ലാം കാണാം. ഓരോന്നും ശ്രദ്ധിച്ചു വരുന്നതിനിടയിലാണ് ചുമരിലും കബോർഡിലും സൈഡ് ടേബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോ ഫ്രെയിം അവളുടെ കണ്ണിൽ പെടുന്നത്. അവൾ അതിലൊന്ന് എടുത്ത് കയ്യിൽ പിടിച്ചു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുഞ്ഞ്. ഇനി കുഞ്ഞിയാണോ? അവൾ അതിലെ പൊടി തട്ടി കളഞ്ഞുകൊണ്ട് സൂക്ഷിച്ചു നോക്കി. അല്ല, കുഞ്ഞിയല്ല, വേറെ ആരെയാണ്. ഈ കുട്ടിയുടെ ഫോട്ടോ മാത്രമേ ഇവിടെയുള്ളൂ. ആരായിരിക്കും? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഒരു പുരുഷനെയും അവൾ തെളിച്ചമില്ലാതെ കണ്ടു. ആ ഫോട്ടോ ഒരു തുണി കൊണ്ട് വൃത്തിയാക്കുമ്പോഴാണ് ഡെയ്സി ചേച്ചിയുടെ ശബ്ദം കേൾക്കുന്നത്. സുഹ്റ! ചേച്ചിയുടെ ഭയന്നുള്ള വിളി കേട്ടതും ആ ഫോട്ടോ അവിടെ വെച്ചുകൊണ്ട് സുഹ്റ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഭയത്തോടെ ഓടിപ്പിടിച്ചു വരുന്ന തൻ്റെ നേരെ ഓടി വരുന്ന ചേച്ചിയെ കണ്ട് ആദിയോടെ സുഹ്റ നോക്കി നിന്നു. എന്താ? ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.